ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സ്പൈസി ആയിട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 3 സവാള എടുത്തിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 4 പച്ചമുളക് രണ്ടായിട്ട് കീറി എടുത്തിട്ടുണ്ട്, ഒരു കുടം വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ചീനച്ചട്ടി വെച്ച് കൊടുക്കുക. ചീനച്ചട്ടി നന്നായി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ചതച്ച ഇഞ്ചി വെളുത്തുള്ളിയും വേപ്പിലയും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. പെട്ടെന്ന് വാടി കിട്ടാനാണ് മൂടി വയ്ക്കുന്നത്. ചിക്കൻ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്, ചെറുതാക്കി കട്ട് ചെയ്ത് തക്കാളിയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. കുറച്ച് വാടി കിട്ടിയിട്ടുണ്ട്, അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായി വാടിയതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ നമുക്ക് തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് വാടി നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനകത്തേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എരിവ് ഇഷ്ടത്തിനനുസരിച്ച് ഇടാവുന്നതാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് നിറച്ചെടുത്തിട്ടുണ്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എരിവ് അനുസരിച്ച് നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ പച്ചമണം കളഞ്ഞെടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനൊരു കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. വെള്ളം കുറവുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പം തന്നെ. എന്നിട്ട് ചെറുതായി ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചെറുതായി ഒന്ന് തള വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം കുറവാണെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ ചിക്കന് വേവന്ത് അതിനകത്ത് കിടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഈ സമയത്ത് നമുക്ക് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. വീട്ടിൽ തന്നെ പൊടിച്ച മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നല്ല തള വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാവുന്നതാണ്. ചിക്കൻ ഈ വെള്ളത്തിനകത്ത് കിടന്നിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ടാണ് പോണത്. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഗ്രേവിയൊക്കെ പിടിച്ചിരിക്കാൻ പാകത്തിന് എടുക്കാം കേട്ടോ. ഒത്തിരി വലിയ കോഴിയായതിൻ്റെ പേരിൽ ചീനച്ചട്ടി നിറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മിക്സ് ചെയ്യുക. മൂടി വെച്ചിട്ട് ഇനി വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ച് നന്നായിട്ട് ആവശ്യത്തിന് പരിവാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.